ഉണ്ടാവില്ല, മലിനീകരണം ഉണ്ടാവില്ല, ഉറപ്പാണ് നിയമസഭയിൽ പറയുന്നത്. ആ ഉറപ്പിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഒരു കാരണവശാലും വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ജലചൂഷണം ഉണ്ടാകാതെ ആ കമ്പനി മുന്നോട്ട് പോവില്ല. അവിടെ വെള്ളമില്ലല്ലോ, പിന്നെ എങ്ങനെയാ ജലം കിട്ടുന്നത്? മഴവെള്ളത്തിൽ നിന്ന് ചെയ്യുമെന്നാ പറയുന്നത്. മഴയുള്ള പ്രദേശം അല്ലല്ലോ, പിന്നെ എങ്ങനെയാ മഴവെള്ളം കിട്ടുന്നത്? കരാറിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അതിനായി റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടി റെയിൻ ഷാഡോ റീജിയനിലാണോ ഇത് ചെയ്യേണ്ടത്? അവിടെ കുടിവെള്ളം കിട്ടാത്ത പ്രദേശമാണ്, അവിടെ മഴ നിഴൽ പ്രദേശമാണ്. അവിടെ പാലക്കാട് പോലെ നമുക്കറിയാമല്ലോ, അവിടുത്തെ ചൂട് എത്രമാത്രം വലുതാണ്, എത്ര ഹീറ്റ് ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഇതിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞു അഴിമതി ഇടതുമുന്നണിയുടെ ജനിത ഇതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ ഞാനത് പറയാൻ കാരണം ലാവലിനും പോലുള്ള എത്രയോ അഴിമതികൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് LDFന്റെ ജീൻ എന്ന് പറയുന്നത് അഴിമതിയിലാണെന്ന് പറഞ്ഞത്. ലാവലിൻ കേസ് ഇപ്പോഴും കോടതി കിടക്കുകയാണ്. എത്ര കോടി രൂപയുടെ കേസാണ്. അതുപോലുള്ള എത്രയോ അഴിമതികൾ ഈ സർക്കാരിനെതിരായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് തിരിച്ചു പുള്ളി ഒരു മറുപടി പറഞ്ഞതാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.